ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്നും പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി പറയുന്നത് മൊത്തം ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രവർത്തിക്കുക കൂടി ചെയ്യണം. അതായത് പ്രാക്ടീസ് ചെയ്യും കൂടി വേണം. നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫ്ലുവൻസി ഡെവലപ്പ് ആവൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് പ്രാക്ടിക്കലായി ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. പേനയുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ പെൻ. എനിക്കൊരു പേനയുണ്ട്. ഐ ഹാവ് എ പെൻ. എനിക്കൊരു പേനയുണ്ട്. എനിക്കൊരു മാലയുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ ചെയിൻ. എനിക്കൊരു മാലയുണ്ട്. ഐ ഹാവ് എ ചെയിൻ. എനിക്കൊരു മാലയുണ്ട്. എനിക്കൊരു പൊട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ ബിന്ദി. എനിക്കൊരു പൊട്ടുണ്ട്. ഐ ഹാവ് എ ബിന്ദി. ബിന്ദി എന്ന് പറഞ്ഞാൽ നെറ്റിയതിടുന്ന പൊട്ടിനെയാണ് കേട്ടോ പറയുന്നത്. എനിക്കൊരു കമ്മലുണ്ട് എന്ന് എങ്ങനെയാണ് പറയാം? ഐ ഹാവ് എ ഇയറിങ്സ്. എനിക്കൊരു കമ്മലുണ്ട്. പിന്നെ എനിക്കൊരു ബാഗ് ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ ബാഗ്. എനിക്കൊരു ബാഗുണ്ട്. എനിക്കൊരു കുടയുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ അംബ്രല്ല. എനിക്കൊരു കുടയുണ്ട്. ഐ ഹാവ് എ അംബ്രല്ല. എനിക്കൊരു കുടയുണ്ട്. എനിക്കൊരു ചെരുപ്പുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ ചപ്പൽ. എനിക്കൊരു ചെരുപ്പുണ്ട്. ഐ ഹാവ് എ ചപ്പൽ. എനിക്കൊരു ചെരുപ്പുണ്ട്. ഉണ്ട് എന്ന് എങ്ങനെ പറയാം? വി ഹാവ് പെൻസ്. അവർക്ക് പേനയുണ്ട്. വി ഹാവ് പെൻസ്. അവർക്ക് പേനയുണ്ട്. അവർക്ക് പുസ്തകങ്ങളുണ്ട് എന്ന് എങ്ങനെ പറയാം? വി ഹാവ് ബുക്സ്. അവർക്ക് പുസ്തകങ്ങളുണ്ട്. വി ഹാവ് ബുക്സ്. അവർക്ക് പുസ്തകങ്ങളുണ്ട്. അവർക്ക് കുടയുണ്ട് എന്ന് എങ്ങനെ പറയാം? വി ഹാവ് അംബർലാസ്. അവർക്ക് കുടകളുണ്ട്. വി ഹാവ് അംബർലാസ്. അവർക്ക് കുടകളുണ്ട്. എന്ന് എങ്ങനെ ചോദിക്കാം? വാട്ട് ഹാവ് ദേ. അവർക്ക് എന്തുണ്ട്. വാട്ട് ഹാവ് ദേ. അവർക്ക് എന്തുണ്ട്. വാട്ട് പറഞ്ഞാൽ എന്ത്, ദേ പറഞ്ഞാൽ അവർ, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. വാട്ട് ഹാവ് ദേ. അവർക്ക് എന്തുണ്ട്. അപ്പോൾ അവർക്ക് എന്തുണ്ട്? അവർക്ക് പുസ്തകങ്ങളുണ്ട് എന്നിങ്ങനെ പറയാം? ദേ ഹാവ് ബുക്സ്. അവർക്ക് പുസ്തകങ്ങളുണ്ട്. ദേ ഹാവ് ബുക്സ്. അവർക്ക് പുസ്തകങ്ങളുണ്ട്. അവർക്ക് സൈക്കിളുണ്ട് എന്നിങ്ങനെ പറയാം? ദേ ഹാവ് ബൈസിക്കിൾസ്. അവർക്ക് സൈക്കിളുണ്ട്. ദേ ഹാവ് ബൈസിക്കിൾ. അവർക്ക് സൈക്കിളുണ്ട്. ഉണ്ട് എന്നിങ്ങനെ പറയാം? ദേ ഹാവ് മണി. അവർക്ക് പണമുണ്ട്. ദേ ഹാവ് മണി. അവർക്ക് പണമുണ്ട്. അവർക്ക് കുറേ സ്ഥലമുണ്ട് എന്നിങ്ങനെ പറയാം? ദേ ഹാവ് സം സ്പേസ്. അവർക്ക് കുറേ സ്ഥലമുണ്ട്. ദേ ഹാവ് സം സ്പേസ്. അവർക്ക് കുറേ സ്ഥലമുണ്ട് എന്നിങ്ങനെ പറയാം? ദേ ഹാവ് കൗസ്. അവർക്ക് പശുക്കളുണ്ട്. ദേ ഹാവ് കൗസ്. അവർക്ക് പശുക്കളുണ്ട്. അവർക്ക് പശുക്കളുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹൗ ദേ കൗസ്. അവർക്ക് പശുക്കളുണ്ടോ? ഹൗ ദേ കൗസ്. അവർക്ക് പശുക്കളുണ്ടോ? ഇല്ല. നോ കൗസ്. അവർക്ക് പശുക്കളില്ല. പശുക്കളുണ്ട് എന്നിങ്ങനെ പറയാം? യെസ് ദേ ഹാവ് കൗസ്. അവർക്ക് പശുക്കളുണ്ട്. യെസ് ദേ ഹാവ് കൗസ്. അവർക്ക് പശുക്കളുണ്ട്. ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹൗ ദേ ബുക്സ്. അവർക്ക് പുസ്തകങ്ങളുണ്ടോ? ഹൗ ദേ ബുക്സ്. അവർക്ക് പുസ്തകങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെ പറയാം? നോ ദേ ഹാവ് നോ ബുക്സ്. അവർക്ക് പുസ്തകങ്ങളില്ല. നോ ദേ ഹാവ് നോ ബുക്സ്. അവർക്ക് പുസ്തകങ്ങളില്ല. ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം? യെസ് ദേ ഹാവ് ബുക്സ്. അവർക്ക് പുസ്തകങ്ങളുണ്ട്. അവനെന്താണുള്ളത്? അവർക്കെന്താണുള്ളത്? അപ്പോൾ അവനെന്താണുള്ളത് എന്നിങ്ങനെ ചോദിക്കാം? വാട്ട് ഡസ് ഹി ഹാവ്. അവന് എന്താണുള്ളത്? വാട്ട് ഡസ് ഹി ഹാവ്. അവനെന്താണ് ഉള്ളത്? വാട്ട് പറഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുക? വാട്ട് ഡു ദേ ഹാവ്. അവർക്ക് എന്താണുള്ളത്? വാട്ട് ഡു ദേ ഹാവ്. അവർക്ക് എന്താണുള്ളത്? അവർക്ക് പുസ്തകങ്ങളുണ്ട് എന്നിങ്ങനെ, അല്ലെങ്കിൽ പശുക്കളുണ്ട് എന്നിങ്ങനെ പറയാം?
ദേ ഹാവ് കൗസ്, അവർക്ക് പശുക്കളുണ്ട്. ദേ ഹാവ് കൗസ്, അവർക്ക് പശുക്കളുണ്ട്. ഇതെങ്ങനെ പറയാം? ദേ ഹാവ് കൗസ്, അവർക്ക് പശുക്കളുണ്ട്. ദേ ഹാവ് കൗസ്, അവർക്ക് പശുക്കളുണ്ട്. അവർക്ക് വസ്ത്രങ്ങളുണ്ട് എന്നെങ്ങനെ പറയാം? ദേ ഹാവ് ഡ്രസ്സസ്, അവർക്ക് വസ്ത്രങ്ങളുണ്ട്. ദേ ഹാവ് ഡ്രസ്സസ്, അവർക്ക് വസ്ത്രങ്ങളുണ്ട്. എങ്ങനെ പറയാം? ദേ ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ട്. ദേ ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ട്. അവർക്ക് കാറുണ്ട് എന്നെങ്ങനെ പറയാം? ദേ ഹാവ് കാർ, അവർക്ക് കാറുണ്ട്. ദേ ഹാവ് കാർ, അവർക്ക് കാറുണ്ട്. ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഹൗ ദേ ബുക്സ്, അവർക്ക് പുസ്തകങ്ങളുണ്ടോ? ഹൗ ദേ ബുക്സ്, അവർക്ക് പുസ്തകങ്ങളുണ്ടോ? അവർക്കൊരു വീടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഹൗ ദേ ഹൗസ്, അവർക്കൊരു വീടുണ്ടോ? അവർക്ക് വീടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക? ഹൗ ദേ ഹൗസ്, അവർക്ക് വീടുണ്ടോ? ഹൗ ദേ ഹൗസ്, അവർക്ക് വീടുണ്ടോ? അവർക്ക് മാലയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക? ഹൗ ദേ ചെയിൻ, അവർക്ക് മാലയുണ്ടോ? ഹൗ ദേ ചെയിൻ, അവർക്ക് മാലയുണ്ടോ? അവർക്ക് കുടയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക? ഹൗ ദേ അംബർല, അവർക്ക് കുടയുണ്ടോ? ഹൗ ദേ അംബർല, അവർക്ക് കുടയുണ്ടോ? ഉണ്ട് എന്നെങ്ങനെ പറയാം? യെസ് ദേ ഹാവ് അംബർല, അവർക്ക് കുടയുണ്ട്. യെസ് ദേ ഹാവ് അംബർല, അവർക്ക് കുടയുണ്ട്. ഇല്ല എന്ന് ഇങ്ങനെ എന്താ പറയുക? നോ ദേ ഹാവ് നോട്ട് അംബർല, അവർക്ക് കുടയില്ല. നോ ദേ ഹാവ് നോട്ട് അംബർല, അവർക്ക് കുടയില്ല. അവർക്ക് പുസ്തകം ഇല്ല എന്നെങ്ങനെ പറയാം? നോ ദേ ഹാവ് നോട്ട് ബുക്സ്, അവർക്ക് പുസ്തകങ്ങളില്ല. നോ ദേ ഹാവ് നോട്ട് ബുക്സ്, അവർക്ക് പുസ്തകങ്ങളില്ല. അവർക്ക് മാലയില്ല എന്നെങ്ങനെ പറയാം? നോ ദേ ഹാവ് നോട്ട് ചെയിൻ, അവർക്ക് മാലയില്ല. നോ ദേ ഹാവ് നോട്ട് ചെയിൻ, അവർക്ക് മാലയില്ല. അപ്പോൾ എത്ര പുസ്തകങ്ങളുണ്ട്, അവർക്ക് എത്ര പുസ്തകങ്ങളുണ്ട് എന്നെങ്ങനെ ചോദിക്കാം? അത് ഹൗ മെനി വെച്ചിട്ട് ഹൗ മെനി ബുക്സ് ഡസ് ഹി ഹാവ്, അവന് എത്ര പുസ്തകങ്ങളുണ്ട്? ഹൗ മെനി ബുക്സ് ഡസ് ഹി ഹാവ്, അവന് എത്ര പുസ്തകങ്ങളുണ്ട്? അപ്പോൾ നമ്മൾ എത്ര പുസ്തകങ്ങൾ? 4 പുസ്തകങ്ങളുണ്ട് എന്നെങ്ങനെ പറയാം? ഹി ഹാവ് 4 ബുക്സ്, അവന് 4 പുസ്തകങ്ങളുണ്ട്. ഹി ഹാവ് 4 ബുക്സ്, അവന് 4 പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം? ഹാസ് ഹി 4 ബുക്സ്, അവന് 4 പുസ്തകങ്ങളുണ്ടോ? ഹാസ് ഹി 4 ബുക്സ്, അവന് 4 പുസ്തകങ്ങളുണ്ടോ? അപ്പോൾ യെസ് ആണെങ്കിൽ എങ്ങനെ പറയാം? യെസ് ഹി ഹാസ് 4 ബുക്സ്, അവന് 4 പുസ്തകങ്ങളുണ്ട്. നോ ഹി ഡസ് നോട്ട് ഹാവ് 4 ബുക്സ്, ഇല്ല അവന് 4 പുസ്തകങ്ങളില്ല. നോ ഹി ഡസ് നോട്ട് ഹാവ് 4 ബുക്സ്, ഇല്ല അവന് 4 പുസ്തകങ്ങളില്ല. പുസ്തകങ്ങളുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഹൗ മെനി ബുക്സ് ഡു ദേ ഹാവ്, അവർക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? ഹൗ മെനി ബുക്സ് ഡു ദേ ഹാവ്, അവർക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? അവർക്ക് 4 പുസ്തകങ്ങളുണ്ട്. എങ്ങനെ പറയാം? ദേ ഹാവ് 4 ബുക്സ്, അവർക്ക് 4 പുസ്തകങ്ങളുണ്ട്. ദേ ഹാവ് 4 ബുക്സ്, അവർക്ക് 4 പുസ്തകങ്ങളുണ്ട്. അവർക്ക് 4 പുസ്തകങ്ങളുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹൗ ദേ 4 ബുക്സ്, അവർക്ക് 4 പുസ്തകങ്ങളുണ്ടോ? ഹൗ ദേ 4 ബുക്സ്, അവർക്ക് 4 പുസ്തകങ്ങളുണ്ടോ? യെസ് ആണെങ്കിൽ എന്താ പറയുക? യെസ് ദേ ഹാവ് 4 ബുക്സ്, ഉണ്ട് അവർക്ക് 4 പുസ്തകങ്ങൾ. നോ ആണെങ്കിൽ എന്താ പറയുക? നോ ദേ ഹാവ് നോട്ട് 4 ബുക്സ്, അവർക്ക് 4 പുസ്തകങ്ങളില്ല. പുസ്തകങ്ങളുണ്ട് എന്നെങ്ങനെ ചോദിക്കുക? ഹൗ മെനി ബുക്സ് ഡു യു ഹാവ്, നിനക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? ഹൗ മെനി ബുക്സ് ഡു യു ഹാവ്, നിനക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? എനിക്ക് 4 പുസ്തകങ്ങളുണ്ട് എന്നെങ്ങനെ പറയുക? ഐ ഹാവ് 4 ബുക്സ്, എനിക്ക് 4 പുസ്തകങ്ങളുണ്ട്. ഐ ഹാവ് 4 ബുക്സ്, എനിക്ക് 4 പുസ്തകങ്ങളുണ്ട്. നിനക്ക് 4 പുസ്തകങ്ങളുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു 4 ബുക്സ്, നിനക്ക് 4 ബുക്കുണ്ടോ? ഹാവ് യു 4 ബുക്സ്, നിനക്ക് 4 ബുക്കുണ്ടോ? യെസ് ആണെങ്കിൽ എന്താ പറയുക? യെസ് ഐ ഹാവ് 4 ബുക്സ്, എനിക്ക് 4 പുസ്തകങ്ങളുണ്ട്. നോ ആണെങ്കിൽ പറയാ? നോ ഐ ഹാവ് നോട്ട് 4 ബുക്സ്, എനിക്ക് 4 പുസ്തകങ്ങളില്ല. ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹാവ് യു എ ടേബിൾ, നിനക്കൊരു മേശയുണ്ടോ? ഹാവ് യു എ ടേബിൾ, നിനക്ക് മേശയുണ്ടോ? യെസ് ആണെങ്കിൽ എന്താ പറയുക? യെസ് ഐ ഹാവ് എ ടേബിൾ, എനിക്കൊരു ടേബിൾ ഉണ്ട്. നോ ആണെങ്കിൽ എന്താ പറയുക? നോ ഐ ഹാവ് നോട്ട്
എ ടേബിൾ എനിക്ക് മേശയില്ല. ഇന്ന് പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിൽ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.